ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാകെ തന്നെ ആശങ്ക പടർത്തിക്കൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ദോഹയിലെ അമേരിക്കൻ എയർബേസ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 6 മിസൈലുകൾ തൊടുത്തതായി ഇറാൻ വ്യക്തമാക്കുന്നു. മിസൈലുകൾ പ്രതിരോധിച്ചതായും ആളപായമില്ല എന്നും ഖത്തർ അറിയിച്ചു. സുഹൃത്ത് രാജ്യമായ ഖത്തറിനെ ബാധിക്കാത്ത രീതിയിലാണ് ആക്രമണമെന്ന് ഇറാന്റെ പ്രതികരണം. ഇറാൻ ആക്രമണം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമെന്നും മറുപടി ഉണ്ടാകുമെന്നും ഖത്തർ പറഞ്ഞു. ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. എടാ നോക്കടാ, അത് നോക്കടാ സീനി. ഖത്തറിലെ വിവിധയിടങ്ങളിൽ നിന്നായി പ്രവാസി മലയാളികൾ ഉൾപ്പെടെ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇത്. അതിൽ കൃത്യമായി തന്നെ മിസൈൽ ആക്രമണം നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആകാശത്ത് വിവിധയിടങ്ങളിലായി മിന്നിത്തെളിയുന്ന മിസൈലുകൾ തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. മിസൈൽ ആക്രമണം US സൈനിക താവളത്തിന് നേരെ തന്നെയായിരുന്നു. വിവരങ്ങളുമായി ഫൈസൽ ഹംസയും അഫ്താബ് റഹ്മാനുമാണ് ചേരുന്നത്. ഫൈസൽ, എത്ര മണിയോടുകൂടിയായിരുന്നു ഇറാന്റെ ഒരു ആക്രമണം US സൈനിക താവളത്തിന് നേരെ ഉണ്ടായത്? അതിനുശേഷം ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന പ്രതികരണം എങ്ങനെയാണ്? പ്രാദേശിക സമയം ഏതാണ്ട് 7:30 മണിയോടുകൂടിയാണ് അമേരിക്കയുടെ ഖത്തറിലെ വ്യോമതാവളമായ അൽ ഉദൈദിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. 6 മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നാണ് ഇറാൻ അറിയിക്കുന്നത്. ഇതിൽ 3 എണ്ണം വ്യോമതാവളത്തിൽ പതിച്ചു എന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഖത്തർ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് എല്ലാ മിസൈലുകളെയും പ്രതിരോധിച്ചു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഏതാണ്ട് ഈ ഒരു ആക്രമണത്തിന് 45 മിനിറ്റ് മുമ്പ് 6:45 കൂടി തന്നെ ഖത്തറിന്റെ വ്യോമപാത മുഴുവനായും അടച്ചിടുന്നതായി, താൽക്കാലികമായി അടച്ചിടുന്നതായി ഖത്തർ അറിയിച്ചിരുന്നു. എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു. സ്വദേശികളുടെയും അതോടൊപ്പം പ്രവാസികളടക്കമുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഇത്തരമൊരു നടപടി എന്നുള്ള കാര്യവും ഖത്തർ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. തലസ്ഥാന നഗരമായ ദോഹയിൽ നിന്നുൾപ്പെടെ ഈ ആക്രമണത്തിന്റെ മിസൈലുകൾ ഖത്തറിന്റെ ആകാശത്തൂടെ വരുന്നത് കാണാമായിരുന്നു. പ്രവാസി മലയാളികൾ അടക്കമുള്ളവർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആക്രമണത്തിന് പിന്നാലെ ആളുകളൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ടോ? ആ തരത്തിലുള്ള ഒരു തുടർ ആക്രമണത്തിന്റെ ഭീതിയെ ഏതായാലും ഇപ്പോൾ തൽക്കാലം ഇല്ല. മാത്രമല്ല, ഇറാൻ ഒരിക്കലും ജനവാസ കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ ഖത്തറിന്റെ മറ്റു തന്ത്രപ്രധാനമായ മേഖലകളെയോ ലക്ഷ്യമിട്ടിട്ടില്ല. അമേരിക്കയുടെ എയർബേസിനെ മാത്രമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അത് ഇറാൻ വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഖത്തർ സുഹൃത്ത് രാജ്യമാണ്. ഖത്തറിന് അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നു. എന്നാൽ സുഹൃത്ത് രാജ്യമായ ഖത്തറിന് അപായമുണ്ടാക്കുന്ന, ഖത്തറിനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇറാൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഖത്തറിന്റെ വ്യോമ അതിർത്തി ലംഘിച്ചുകൊണ്ടുള്ള ഒരാക്രമണം, അത് അമേരിക്കൻ വ്യോമതാവളമാണെങ്കിൽ പോലും അത് ഖത്തറിന്റെ പരമാധികാരത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണ് എന്ന് തന്നെയാണ് ഖത്തർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.